ഹായ് ഫ്രണ്ട്സ്, വീക്കെൻഡായിട്ട് വളരെ രുചികരമായ കുക്കർ നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നെയ്ച്ചോറ് വളരെ ഈസി ആയിട്ട് നമുക്ക് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതിനായിട്ട് ഞാൻ റോസിൻ്റെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് സവാള, കാഷ്യൂ, കിസ്മിസ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം, ബേ ലീഫൊക്കെയാണ് കേട്ടോ. ഇനി ഗ്യാസ് സ്റ്റോപ്പിൽ കുക്കർ വെച്ച് അതിലേക്ക് 4 സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് മൂപ്പിച്ച് കോരി മാറ്റി വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് സവാള കൂടി ഇട്ട് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയ നെയ്യിൽ തന്നെയാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കിയത്. നമ്മളുണ്ടാക്കുന്ന നെയ്യിനൊരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. ഇനി കുക്കറിലേക്ക് ബാക്കി സ്പൈസസ് എല്ലാം ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു പിടി സവാള കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച അരി ഇട്ട് കൊടുക്കാം. 4 മിനിറ്റ് നമുക്ക് ഈ അരി ഒന്ന് റോസ്റ്റ് ചെയ്യാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ അരി റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ഗ്ലാസ് അരിക്ക് 3.5 ഗ്ലാസ് വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്തത്. കൂടെ തന്നെ പാകത്തിനുപ്പും 1 സ്പൂൺ ലെമൺ ജ്യൂസും മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്ക് കുക്കറിൽ വേവിച്ച് ഫ്ലെയിം ഓഫാക്കി തണുക്കാൻ വെക്കാം കേട്ടോ. തണുത്തതിന് ശേഷം നമുക്ക് കുക്കർ തുറന്നു നോക്കാം. ഒരു വിസിലിൽ തന്നെ നമ്മുടെ നെയ്ച്ചോറ് പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ച കാഷ്യൂ നട്ട്, കിസ്മിസും പിന്നെ സവാളയും ചേർക്കാം. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കില്ലേ? അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ.